ഹലോ ഗായ്സ്, ഞങ്ങൾ സാമ്പ്രാണിക്കുടി പോവുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് താമരക്കുളത്തു നിന്നാണ് പോകുന്നത്. ഞങ്ങൾ സഞ്ജുവിനെ വെള്ളത്തിൽ കുളിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങൾ അവിടെ പോകുന്നതാണ് തോന്നുന്നത്. ഇതാണെന്ന് തോന്നുന്നു സാമ്പ്രാണിക്കൊടി. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ സാമ്പ്രാണിക്കൊടി എത്താറായിരിക്കുകയാണ്. ഇനി എത്ര കിലോമീറ്റർ കൂടെ ഉണ്ട്? 500 മീറ്റർ കൂടെ ഉള്ളൂ. 2 മിനിറ്റ് കൂടെ പോയാൽ മതി. ആരും പേടിക്കണ്ട. ഉച്ചയ്ക്ക് വരുന്നതൊന്നും ആരും പേടിക്കണ്ട. ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, തൊട്ടടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇനി നേരെ ഇങ്ങ് പോന്നാൽ മതി. ഗൂഗിൾ മാപ്പ് ഇട്ട് നേരെ ഇങ്ങ് പോന്നാൽ മതി. ഓക്കെ, സഞ്ജുമോനും ചേച്ചിയുണ്ട്. കായൽത്തീരം എന്ന് പറയുന്ന ഹോട്ടലിൽ കയറി ഞങ്ങൾ പോസ്റ്റ് അടിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. 1 മണിക്കൂറായിട്ട് ഇരിക്കുകയാണ്. സൺഡേ ആയതുകൊണ്ട് തിരക്കും കൂടെ ഉണ്ട്. ഒരു ഊണിന് അവർ 120 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പറ്റുന്നത് മാക്സിമം വരുന്നവർ വഴിയിൽ നിന്ന് എവിടുന്നെങ്കിലും കഴിച്ചിട്ട്, മെയിൻ റോഡിൽ നിന്ന് അവിടുന്ന് സൈഡിൽ നിന്ന് എവിടുന്നെങ്കിലും കഴിച്ചിട്ട് വരാൻ നോക്കുക. 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഗൈസ്, നിങ്ങൾ ഈ ഹോട്ടലിൽ കയറുന്നേ കൊള്ളാം. 1 മണിക്കൂറെങ്കിലും എടുക്കും ഇല്ലേ സഞ്ജുവനെ? എത്ര നേരം ഇരുന്ന് ഹോട്ടലിൽ? 1 മണിക്കൂറെങ്കിലും ഇരുന്നാലേ നിങ്ങൾക്ക് ഫുഡ് കിട്ടത്തുള്ളൂ. പക്ഷേ ഒരു ഊണിൻ്റെ വില 120 രൂപയാണ്. 120 രൂപ. നിങ്ങൾ വരുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും കയറി കഴിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ, 3 ഐസ്ക്രീമും മേടിച്ച്. ഹലോ ഗൈസ്, ഞങ്ങൾ ഉച്ച സമയത്താണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. എല്ലാവരും വെയിൽ താഴുമ്പോൾ ഇറങ്ങാൻ നോക്കുക. നല്ല വെയിലായിട്ട് കൂടി ഇവിടെ എത്തുമ്പം വെയിൽ കുറയുന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ നടന്നു. വെയിൽ കുറഞ്ഞു, മഴക്കോളായി. ഇനി നല്ല രസമായിരിക്കും അവിടെ പോകാനായിട്ട്. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററോടെ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുക. നല്ല വെയിലൊക്കെ താന്ന് അടിപൊളിയായി. ക്ലൈമറ്റ് അടിപൊളിയായി. ഇനി അടിപൊളിയായിരിക്കും. ഓക്കെ, അവിടെ ചെന്നിട്ട് കാണാം. ബൈ. ഞങ്ങളുടെ നേരത്തെ ആ പാലത്തിൽ നിന്നുകൊണ്ടാണ് ഫോട്ടോ എടുത്തത്. അവരവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് മുകളിൽ വന്ന് വണ്ടിയൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടുന്ന് നേരെ പോയി 150 രൂപ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക്. കുട്ടികൾക്കായാലും 150 രൂപ തന്നെയാണ് മേടിക്കുന്നത്. 150 രൂപ ടിക്കറ്റ് ചാർജ് എടുത്തിട്ട് വേണം നമ്മൾ ബോട്ടിങ്ങിൻ്റെ അടുത്തോട്ട് പോകാനായിട്ട്. ഇവിടുന്ന് അവർ നമ്മളെ 6 പേര് കൊള്ളുന്ന ഒരു ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ബസ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാനായിട്ട്. ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റിന്. 150 രൂപയാണ്. ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ട് 450 രൂപ. അതറിയാലോ, പറയണ്ടല്ലോ. നമ്മൾ അതാണ് സ്ഥലം. ആ കാണുന്നിടത്തോട്ടാണ് നമ്മൾ പോകുന്നത്. 1 മണിക്കൂർ അവിടെ ചിലവഴിക്കാമെന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് അവിടെ ചെന്നിട്ട് ബോട്ടിനകത്ത് ചുറ്റിക്കറങ്ങി കാണണമെങ്കിൽ 50 രൂപ. 50 രൂപ എടുത്താൽ മതി. കുട്ടികൾക്കായാലും ഇവർ 150 രൂപ തന്നെയാണ് മേടിക്കുന്നത്. കൊല്ലം ജില്ലയിലെ തിരുവ ഗ്രാമപഞ്ചായത്തിൽ പ്രാക്കുളത്തുള്ള ഏറ്റവും തെക്കേറ്റത്തുള്ള മുനമ്പാണ് സാമ്പ്രാണിക്കൊടി. അഷ്ടമുടിക്കായലിന് നടുക്ക് രൂപം കൊണ്ട തുരുത്താണിത്. കൊല്ലം കോട്ടപ്പുറം ജലപാതയിലെ മണ്ണ് നീക്കം ചെയ്തതിനെ തുടർന്ന് ഉണ്ടായ തുരുത്താണിത്. കായലിന് നടുക്ക് അരയ്ക്കൊപ്പം വെള്ളത്തിൽ പൊങ്ങി നിൽക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നിങ്ങൾക്കൊരു ദിവസത്തെ പകുതി സമയം മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് സന്തോഷമായി അടിച്ചു പൊളിച്ചിട്ട് പോകാം. പോകുന്ന വഴിയിൽ ബോട്ട് പകുതി വെച്ച് നിന്നിരുന്നു. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ബാക്കി കൂടുള്ളവരെല്ലാം ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ബോട്ട് റെഡിയായി. പുള്ളി വീണ്ടും ബോട്ട് എടുത്തു.
എല്ലായിടത്തും ഇറങ്ങാം. കൊടി വെച്ചിട്ടുണ്ട്, കൊടി. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് ഫ്ലോട്ട് ചെയ്തത് മാറ്റം. അവിടുന്ന് ഇറങ്ങി വേണം സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങാനായിട്ട്. ചെരുപ്പ് നമുക്ക് അവിടെ ഊരി വേണമെങ്കിലും ഇടാം. ഞങ്ങൾ ആ സ്റ്റെപ്പ് വഴിയല്ല ഇറങ്ങിയത്, അല്ലാതെ തന്നെ താഴോട്ട് നടന്നാണ് ഇറങ്ങിയത്. വെള്ളത്തിൽ ഇറങ്ങിയതിൻ്റെ സന്തോഷമാണ് ഇനി സഞ്ജുവിൻ്റെ കാണാൻ പോകുന്നത്. പയ്യെ പയ്യെ വാ. എങ്ങനെയുണ്ടേ സഞ്ജുവനെ? ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ കായലിന് നടുക്കുള്ള സാമ്പ്രാണിക്കൊടിയിൽ എത്തിയിരിക്കുകയാണ്. കായലിന് നടുക്ക് ഇങ്ങനെ ഒരു സംഭവമുള്ളൊരു അത്ഭുതം തന്നെയല്ലേ ആണ്. അതിനാണ് അയലിനെന്ന് പറയുന്നത്. കൊള്ളാം, നല്ല ക്ലൈമറ്റും മഴക്കോളും. വന്നപ്പോൾ തന്നെ ക്ലൈമറ്റ് മാറിയിരിക്കുകയാണ്, നല്ല മഴക്കോള്. വാ, വീഡിയോ എടുക്കാം. ഇതാണ് നിങ്ങളിവിടെ കാണുന്നത്, വെള്ളത്തിൽ നീന്തുന്ന സഞ്ജു, നീന്തൽ പഠിക്കുന്ന സഞ്ജു. കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്നതെന്ന് പറയുന്നത് അവർക്കൊരു സന്തോഷമല്ലേ. എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നത്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒന്ന് കണ്ട് അടിച്ചു പൊളിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോകാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത്. ഇവിടെ തന്നെ പലതരത്തിലുള്ള കളകളും, മാങ്ങ ഉപ്പിലിട്ടത്, അങ്ങനെ കടച്ചക്ക ഉപ്പിലിട്ടത്, ജ്യൂസ് കാര്യങ്ങൾ, കുൽക്കി സർബത്ത് എല്ലാം അവിടെ കിട്ടും. കൊള്ളാം, നല്ല കാറ്റ്, ക്ലൈമറ്റ് പൊളി. അമ്മേ വീണേനെ. ഇവിടെ കൊടി വെച്ചിട്ടുണ്ട്. ഇവിടം വരെ നമ്മൾ പോകാവുള്ളൂ മാക്സിമം. ആൾക്കാരൊക്കെ അവിടം വരെ പോകുന്നുണ്ട്. കൊള്ളാം, ഉച്ച കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം. അറിയാനായിട്ടൊന്നുമില്ല, ഗൂഗിൾ മാപ്പ് ഇടുക, ആ വഴി നേരെ വരിക, തീരുന്നിടത്താണ് ഈ സംഭവം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാമ്പ്രാണിക്കൊടി ചുറ്റും കറങ്ങി കാണാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് 50 രൂപ നിരക്കിൽ വള്ളത്തിൽ നമ്മളെ ആൾക്കാർ കൊണ്ടുപോകുന്നതായിരിക്കും. പക്ഷേ അതിൻ്റെ കാര്യമില്ല, നമുക്ക് നടന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ അത്രയേ ഉള്ളൂ ഇവിടെ. ഹലോ ഗൈസ്, കുറേ വന്നു സഞ്ജുവനെ. ഇവിടെ ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ട്. ഐ ലവ് സാമ്പ്രാണിക്കൊടി എന്നൊക്കെ എഴുതിയ 2 ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ പോസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കാതിരുന്നതാണ്, പക്ഷേ വീഡിയോ ആണ് എടുത്തത്. നീന്താൻ പഠിക്കുന്ന സഞ്ജുമാൻ, നീന്താൻ അറിയത്തില്ലെന്നേ ഉള്ളൂ. കാണുന്ന ഫാമിലിക്ക് ഞങ്ങൾ സെയിം സ്പോട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷായിട്ട് അവിടുന്ന് കല്ലുമ്മക്കായൊക്കെ പിടിച്ചിട്ട് അത് പൊളിച്ച് വിൽക്കുന്ന ഒരു അമ്മയെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടായിരുന്നു. ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ അത് മേടിക്കുക, സഹായിക്കുക അമ്മയെ. വെയിലുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ പരിപ്പിളകും. വെയിൽ കുറഞ്ഞ സമയത്ത്, മഴയുള്ള സമയത്തോ ഒക്കെ വരാനായിട്ട് നോക്കുക. ബാച്ചിലേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനൊരു
കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഒരു സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സംഭവം കായലിന് നടുക്കുണ്ടെന്നും അവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് പോകാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ്. ഹലോ ഗൈസ്, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോവുകയാണ്. ഇവിടുന്ന് തിരിച്ചു പോവുക. നമ്മളിപ്പോൾ 4 മണിയായി. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ ഒരാൾ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് നിൽക്കുകയാണ്. ഇതാരാണിത്? സഞ്ജു. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ബുക്കിംഗ് ഒന്നുമില്ല. നേരെ ഒറ്റ ഇതേ ഉള്ളൂ. 150 രൂപ കൊടുക്കുക. ഒരാൾക്ക് 150 രൂപ അടയ്ക്കുക, കയറുക, വരിക. ഇത്രയുള്ള പരിപാടിയേ ഉള്ളൂ. കൊള്ളാം. കുറച്ച് നേരം ഒരു 2-3 മണിക്കൂറൊക്കെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ. വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. ഒരു ഭാഗ്യം, ഞങ്ങൾ വന്ന വണ്ടിയിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്.